പാകിസ്ഥാനെ പൊളിച്ചടുക്കി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക. പ്രചാരണങ്ങളിലൂടെയും വ്യാജ വാർത്തകളിലൂടെയും തങ്ങൾക്കായ ഒരു ഇടം സൃഷ്ടിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തവണ അമേരിക്കൻ ഐക്യനാടുകൾ വൈറ്റ് ഹൗസ് പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലിനെ ക്ഷണിച്ചു എന്നുള്ള വാദമാണ് ഇപ്പോൾ അമേരിക്ക നിഷേധിച്ചിരിക്കുന്നത്. അസീം മുനീർ വൈറ്റ് ഹൗസ് സൈനിക ദിന പരേഡിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ പുറത്തുവിട്ടുന്നു. സോഷ്യൽ മീഡിയയിലാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തുവിട്ട് അവിടെയുള്ള ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇത് തെറ്റാണെന്നും വിദേശ സൈനിക നേതാക്കളെയൊന്നും ക്ഷണിച്ചിട്ടില്ലെന്നും മുനീറിനെ തീർത്തും ക്ഷണിച്ചിട്ടില്ല എന്നും അമേരിക്ക അസന്നിഗ്ധമായി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. മുനീറിനെ ക്ഷണിച്ചതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളെ കുറിച്ചൊരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി IANS റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ശനിയാഴ്ച നടക്കുന്ന പരേഡ് US-ലെ ഏറ്റവും വലിയ സൈനിക ഷോകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് US പ്രസിഡന്റിന്റെ ഒരു ശ്രമമാണ്. ഡൊണാൾഡ് ട്രംപ് പ്രതിരോധ ശേഷി പ്രദർശിപ്പിക്കുന്നതിനായിട്ടാണ് ഈ പരേഡ് നടത്തുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് US സ്വാതന്ത്ര്യം നേടുന്നതിന് ഒരു വർഷം മുമ്പ് ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളെ നേരിടാൻ 1775 ജൂൺ 14 US സൈന്യം ഔപചാരികമായി സ്ഥാപിതമായതിൻ്റെ സ്മരണയ്ക്കാണ് ഈ പരേഡ് നടത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ട്രംപിൻ്റെ 79ാം ജന്മദിനത്തോട് ആഘോഷിച്ചാണ് തീയതി. ട്രംപാണ് സല്യൂട്ട് സ്വീകരിക്കുക. മുമ്പ് അസീം മുനീറിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചുവെന്ന വാർത്ത ഇസ്ലാമാബാദ് പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ സൈനിക പരേഡ് ഇത് പാകിസ്ഥാൻ US ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നയിച്ചു. എന്നിരുന്നാലും വൈറ്റ് ഹൗസിൻ്റെ ഈ നിഷേധം പാകിസ്ഥാന് വീണ്ടും വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ്. കാരണം അവരുടെ പ്രതിച്ഛായ ഉയർത്താൻ വ്യാജ വാർത്തകൾ ഉപയോഗിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. വാർത്ത പ്രചരിച്ചതോടെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ ഇത് ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ വലിയൊരു തിരിച്ചടിയാണെന്നാണ് അവകാശപ്പെട്ടത്. കോൺഗ്രസിന് അവിടെയും ഇന്ത്യയെ താഴ്ത്തിക്കെട്ടണമെന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. എന്തായാലും ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിലുള്ള ശിവസേന UBT തങ്ങളുടെ പത്രമായിട്ടുള്ള സാമ്നയിലെ എഡിറ്റോറിയലിൽ ഇന്ത്യ നയതന്ത്രപരമായി പരാജയപ്പെട്ടുവെന്ന് പറഞ്ഞു. ഇത് ഇന്ത്യയുടെ പോരാട്ടത്തിനെ ദുർബലപ്പെടുത്താനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് എന്നും ഈ പാകിസ്ഥാൻ്റെ വ്യാജ വാർത്ത കണ്ടുകൊണ്ട് ഇവർ ഇങ്ങനെ വിളിച്ചു പോവുകയാണ്. നമുക്കറിയാം, ഏറ്റവും അധികം അമേരിക്കയുടെ മുമ്പിൽ ചെന്ന് കുമ്പിട്ട് നിന്നതും തലചൊറിഞ്ഞു നിന്നതും എല്ലാം കോൺഗ്രസ് സർക്കാരാണ്. നരേന്ദ്രമോദി അമേരിക്കയുടെ മുമ്പിൽ നെഞ്ചു വെച്ച് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഒന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഒരു കഥ മെനഞ്ഞ് രാഹുൽ ഗാന്ധി നരേന്ദ്ര സറണ്ടർ എന്ന് പറഞ്ഞൊരു കഥ ഇറക്കിയത്. അപ്പോഴാണ് BJP ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചത്. വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെക്കുറിച്ച് മോശം പ്രചരിപ്പിക്കുക, എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഇടപെടാത്തത് എന്ന് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി ചോദിച്ചില്ലേ എന്നുള്ള കൃത്യമായിട്ടുള്ള മറുപടി രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത്. രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യവും ആ സമയത്ത് ഉടലെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.